നിന്റെ ഡാമേജ് സലഫിസം വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് യഥാർത്ഥ സലഫിസം അല്ല, നേരെ മറിച്ചത് ഡാമേജ് സലഫിസമാണ്. ആ സലഫിസം ഡാമേജ് ആണ്, ഡാമേജ് സലഫിസത്തിന്റെ ആളുകളാണ് എന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം. താടി നീട്ടിയ, താടി വെച്ച ശവക്കല്ലറകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ മണ്ണിൽ വളരെ വളരെ വലിയ തസ്കിയത്ത് പ്രസംഗിച്ച വലിയ വലിയ മൗലവിമാരുടെ മഹത്വം ഇതാ കേരളത്തിന്റെ മണ്ണിൽ പറിച്ചു കീറപ്പെട്ടു. മനസ്സിലാക്കണം. 2012 ഡിസംബർ മാസം, ആ ഡിസംബർ മാസത്തിൽ കോഴിക്കോടിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം മഹാസമ്മേളനം തീർക്കുന്ന വേളയിൽ, ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുജാഹിദ് പ്രവർത്തകർ പണിയെടുക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ ഈ ഡാമേജ് സലഫിസത്തിന്റെ ആളുകൾ എവിടെയായിരുന്നു അറിയോ? യോഗം കൂടുകയാണ്, മീറ്റിംഗ് കൂടുകയാണ്. ഇല്ലേ, പുറത്തു വന്നില്ലേ? അത് നിങ്ങൾ കൂടിയ മീറ്റിംഗ് നിങ്ങൾ എന്താ പറഞ്ഞത്? കുത്തി മലർത്തി നിങ്ങളെയും അല്ലേ, സീൽ ഉപയോഗിച്ച്, ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ഞങ്ങളെ കുത്തി മലർത്തി എന്ന് പാട്ടുപാടി പ്രസംഗിച്ച് നടക്കുന്ന, കമ്പിലും കൊമ്പിലും പോയിരുന്ന് പ്രസംഗിക്കുന്ന മൗലവിമാരെ, നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ഇഖ്ലാസ്, ആ ഇഖ്ലാസിനെ ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? നിങ്ങളുടെ ഖൽബിൽ നിങ്ങൾ ഒളിച്ചു വെച്ച വഞ്ചനയുടെ, ചതിയുടെ ആ ക്രൂരമുഖം റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നാവിലൂടെ പുറത്തു കൊണ്ടുവന്നില്ലേ? എന്താണ്? 2012 സെപ്റ്റംബർ മാസം, ഡിസംബർ ആയിട്ടില്ലേ, മുജാഹിദ് പ്രസ്ഥാനം അതേ കേരളത്തിന്റെ മണ്ണിൽ ഈ തൗഹീദിന്റെ പ്രഖ്യാപനവുമായി മഹത്തായ സമ്മേളനത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ താടി വെച്ച ശവക്കല്ലറകളായ ഈ മൗലവിമാർ അവർ യോഗം കൂടുകയാണ്. ആരെങ്കിലും ഒന്ന് പുറത്താക്കിയിരുന്നോ? പുറത്താക്കിയിട്ടില്ല. നേരെ മറിച്ച് ആ ഘട്ടത്തിൽ യോഗം കൂടി മഹത്തായി പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് ഇന്നതാ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം അത് കേൾക്കണം, കേട്ടിരിക്കണം, ഓർത്തിരിക്കണം. നമുക്കറിയാം, ലജ്ന അതുപോലെ തന്നെ ദഅവ, രണ്ട് സമിതികൾ, ഒന്ന് പണ്ഡിത സമിതിയും മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദഅവ സമിതിയും. ഇത് അതിന്റെ രൂപീകരണവും കാര്യങ്ങളും ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ദഅവ സമിതിയും അതുപോലെ തന്നെ ലജ്നയുമൊക്കെ നിലവിൽ വന്നിട്ട്. എന്നാൽ അതിന്റെ മുന്നേ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. പലർക്കും അതറിയില്ല, അവരുടെ അനുയായികൾക്ക് പോലും അറിയില്ല. അപ്പോ ഇതിന്റെ അനുയായികൾക്ക് പോലും അറിയില്ല, പലർക്കും അറിയില്ല. പെട്ടെന്നുണ്ടായതല്ല ഒരു ലജ്ന എന്നാ പറയുന്നത്, പക്ഷെ ലിജിന്നയാണ്. മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞ പോലെ ലിജിന്ന. ഈ ലിജിന്ന പാർട്ടി, ആ പാർട്ടി ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ആ LBI പെട്ടെന്നുണ്ടായതല്ല. അതുപോലെ തന്നെ DCC പെട്ടെന്നുണ്ടായതല്ല. അതിനു മുമ്പ് ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടത്തിയിരുന്നു. മനസ്സിലാക്കണം, പരസ്യമായി പറയാൻ, ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗുകൾ നടത്തിയിരുന്നു, ഞങ്ങൾ ഗൂഢയോഗങ്ങൾ നടത്തിയിരുന്നു.